അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുണ്യമാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ മുഴുവനും വിട്ടുപുറത്ത് മാപ്പാറുമാകട്ടെ. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉള്ളവരാണ് നാം. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഹജ്ജത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അത് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതിനു മുമ്പ് ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരാണേലും ആരാണേലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു ഇൽമിൻ്റെ ക്ലാസ്സാണിത്. മറ്റ് ഹറാമായ കാര്യങ്ങളൊന്നുമല്ല ഇതിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് എന്ന രീതിയിലാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് ഒരുപാട് വോയിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബെൽ ബട്ടൺ അമക്കി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അത് വരും. മുമ്പ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണുമെങ്കിൽ അത് കാണാവുന്നതാണ്. ഹജ്ജത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് നാം പറഞ്ഞു വന്ന കാര്യം. അത് പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹജ്ജത്ത് നിസ്കരിക്കാം. നമ്മുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും പിണങ്ങിക്കഴിയുന്ന കാലമാണ്. ഈ ഒരു സഹോദരി എനിക്ക് കമൻറ്റിൽ ഇട്ടിരുന്നു, എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സിന് ഒഴുകി നിൽക്കുകയാണ്, ദുആ ചെയ്യണം എന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് കാണും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലുമൊക്കെ. ചിലപ്പോൾ ഒരു പൊതുവിൽ സമൂഹത്തിന് മുമ്പിൽ ഒരു വീട്ടിൽ തന്നെ താമസിക്കും, ഭാര്യ ഭർത്താക്കന്മാരായിട്ടായിരിക്കും. പക്ഷേ അവർക്ക് ആ ഇടയിൽ ഒരു ബന്ധം കാണത്തില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹജ്ജത്ത് നിസ്കരിച്ച് താഴെ പറയുന്ന ദുആ ഓതിക്കൊണ്ട് നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. അത് ഉറപ്പാണ്. പലർക്കും അനുഭവമുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹജ്ജത്ത് നിസ്കരിച്ച് താഴെ പറയുന്ന ദുആ ചൊല്ലി നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറഞ്ഞ് പലരും ആവശ്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു നിസ്കാരം നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, ഫർദ് നിസ്കരിക്കും. പലർക്കും ഈ ഹജ്ജത്ത് നിസ്കാരം കേട്ടിട്ടുണ്ടോ, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നുള്ളത് അറിയത്തില്ല എന്നുള്ളതാണ്. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അഥവാ അലം തറ കൈഫ റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക. ഈ രണ്ട് സൂറത്തും അതിനകത്ത് ഹജ്ജത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ടത്. ഇത് ഓതിക്കഴിഞ്ഞ് നിസ്കാരം പൂർത്തീകരിക്കുക. മറ്റ് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. നിസ്കാരം പൂർത്തീകരിക്കുക. പൂർത്തീകരിച്ചതിന് ശേഷം ഹംദ് പറയണം. ഏത് നിസ്കാരമാണെങ്കിലും ഏത് ദുആയ്ക്കാണെങ്കിലും നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഹംദ് പറയുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന് ശേഷം ഒരു സലാത്ത് പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ സലാത്തോ നമുക്കറിയാവുന്ന ഏത് സലാത്ത് വേണമെങ്കിലും ചൊല്ലാം. ഇബ്രാഹിമ സലാത്തോ സലാത്തുൽ ഫാത്തിഹയോ സലാത്തുൻ നൂറോ ഏത് വേണമെങ്കിലും നമുക്ക് ഒരു സലാത്ത് പറയുക. അതിന് ശേഷം താഴെ പറയുന്ന ആ ദുആ അങ്ങോട്ട് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലുക മുജീബാത്തി റഹ്മതിക വദികസാനിമ മഗ്ഫിറതിക വഅനീമത മിൻ കുല്ലി ബിർറിൻ വസലാമത മിൻ കുല്ലി ഇസ്മിൻ ലാ തദഅ ലീ നൻബാ ഇല്ലാ അഫറത വലാ അമ്മ
ഇല്ലാ ഫറജത് വലാ ഹാജ ഹിയ ലക റിളാ ഇല്ലാ ഖളൈത യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. ഈ ദുആ പറഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യം പറയുക. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താവശ്യവും പൂർത്തീകരിച്ച് കിട്ടും. ഈ ആദ്യത്തെ നിസ്കാരം കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊരു നല്ലൊരു ഇൽമാണെന്ന് കരുതി, നല്ലൊരു പഠന ക്ലാസ് ആണെന്ന് കരുതി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവരും അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. ഇത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഒരു നല്ലൊരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്തും അതിൻ്റെ ഒരു കൂലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും എനിക്കും കിട്ടും. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സാധിപ്പിച്ച് തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.